சிமிட்டவும் மறந்தேன். ஆனால் கண்டேன் ஓர் ஆயிரம் கனவு. கரையும் என் ஆயிரம் இரவு. நீதான் வந்தாய் சென்றாய் என் விழிகள் இரண்டை திருடி கொண்டாய். ஓ மனம் பெண்ணே, ஓ மன பெண்ணே, ஓ மன பெண்ணே, ஓ மன பெண்ணே, ஓ மன ஓ மன பெண்ணே, ஓ மன பெண்ணே, ஓ மன பெண், ஓ மன பெண்ணே, உன்னை மறந்திட முடியாதே. ஓ மன பெண்ணே, உயிர் தருவது சரிதானே. Laya, you are an IT executive, right? യെസ്. മിസ് ലയ, താൻ കുറ്റവാളിയെന്ന് ആരോപിക്കുന്ന എൻ്റെ കക്ഷി മിസ്റ്റർ അലക്സ് സാമുവലിൻ്റെ കമ്പനിയായ AD പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഓർഗനൈസേഷനിലാണ് ലയ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് റൈറ്റ് അല്ലേ? യെസ്, കറക്റ്റാണ്. ഓക്കെ. ടോട്ടൽ എത്ര വർഷമായി മിസ് ലയ എൻ്റെ കക്ഷിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് 4 years. 4 years. ലയ മാരീഡാണോ? നോ. ലയയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. സോറി ടു ആസ്ക്, യുവർ മദർ? അമ്മ മരിച്ചു പോയി. 5 വയസ്സുള്ളപ്പോൾ തൊട്ട് അച്ഛനാണ് എൻ്റെ എല്ലാം. അപ്പോൾ ലൈക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനെന്താണ് ജോലി? അച്ഛന് സ്വന്തമായൊരു ബേക്കറി ഉണ്ട്. ഓക്കെ. ലയ, ക്യാൻ യു ടെൽ മീ വാട്ട്സ് യുവർ മന്ത്ലി സാലറി? 20,000. നോട്ട് ബാഡ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ AD കമ്പനി തനിക്ക് ഓഫർ ചെയ്തിരുന്നു അല്ലേ? ആ, അതെ. ഓക്കെ. ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അച്ഛൻ ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ ബാങ്കിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്തിരുന്നു. എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ എടുത്ത ലോണാണ്. മന്ത്ലി ലോൺ അടയ്ക്കാനുള്ള വരുമാനമൊന്നും അച്ഛന് ബേക്കറിയിൽ നിന്ന് കിട്ടിയിരുന്നില്ല. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് ലോൺ കറക്റ്റായി അടച്ചു തുടങ്ങിയത്. സോ ലൈക്ക് കിട്ടിയിരുന്ന വരുമാനം ലോൺ അടയ്ക്കാൻ മാത്രമേ തികഞ്ഞിരുന്നുള്ളൂ. ഫിനാൻഷ്യലി യു ആർ വീക്ക്. പണത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു അല്ലേ? യെസ്. ലയ, താൻ കുറ്റക്കാരനെന്ന് ആരോപിക്കുന്ന എൻ്റെ കക്ഷി മിസ്റ്റർ അലക്സ് സാമുവലിൻ്റെ ഓണർഷിപ്പിൽ വരുന്ന AD പ്രൈവറ്റ് ലിമിറ്റഡ് ഓർഗനൈസേഷനിൽ 4 yearsആയി താൻ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അലക്സ് ലയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? നോ, ഇല്ല. ഓക്കെ. ആ സ്ഥാപനത്തിലെ വേറെ ആർക്കെങ്കിലും ഈ സെയിം കംപ്ലൈൻറ്റ് മിസ്റ്റർ അലക്സ് സാമുവലിനെതിരെ ഉണ്ടായിരുന്നതായി ലൈക്ക് അറിവുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ കക്ഷിക്കെതിരെ ആ കമ്പനിയിലെ ആർക്കും ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ലയനെ എൻ്റെ കക്ഷി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ലയ പറയുന്ന ജൂലൈ 4th ഫ്രൈഡേ സാധാരണ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് 1 hour ലേറ്റായാണ് ലയ കമ്പനിയിൽ നിന്ന് ചെക്കൗട്ട് ആയത്. വൈ താൻ എന്തുകൊണ്ടാണ് ലേറ്റായി പോയത്? എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റിൽ സാറിൻ്റെ സൈൻ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ലയ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എൻ്റെ കക്ഷിയും കമ്പനി സിഇഒയുമായ മിസ്റ്റർ അലക്സ് സാമുവൽ ആ ദിവസം മോർണിംഗ് 9:30 തൊട്ട് ആ കമ്പനി തന്നെ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആയിരുന്നെങ്കിൽ സൈൻ തനിക്ക് മുമ്പേ വാങ്ങായിരുന്നല്ലോ. ആ ദിവസം പ്രത്യേകിച്ച് വേറെ മീറ്റിംഗ്സ് ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയല്ല, ആ ദിവസം സാറിന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് സൈൻ വാങ്ങാൻ പറ്റാതിരുന്നത്. സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് മിസ് റോസ് എന്നോട് പറഞ്ഞു സാർ
സാറിന് ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, ബട്ട് ലയ, എൻ്റെ കക്ഷി മിസ്റ്റർ അലക്സ് സാമുവലിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന മിസ് റോസിൻ്റെ സംഭാഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ലല്ലോ. തൻ്റെ കൊളീഗ്സ് പലരും ആ ദിവസം ഡ്യൂറിങ് ഡ്യൂട്ടി ടൈം സിഒ മിസ്റ്റർ അലക്സ് സാമുവലിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, സൈൻ വാങ്ങിയിട്ടുണ്ട്. തനിക്ക് മാത്രം ആ ദിവസം എൻ്റെ കക്ഷിയെ കാണാൻ സാധിച്ചില്ലെന്ന് പറയുമ്പോൾ അവിടെ ഒരു മിസ്മാച്ച് അനുഭവപ്പെടുന്നുണ്ടല്ലോ ലയ. നോ, റോസ് കള്ളം പറയുന്ന. റോസാണോ ലയയാണോ ഇവിടെ കള്ളം പറയുന്നതെന്ന് തീരുമാനിക്കേണ്ടത്? ഞാനോ റോസോ ലയോ? ലയയുടെ അഡ്വക്കേറ്റും അല്ല, ജഡ്ജാണ്. മൈ ലോർഡ്, എൻ്റെ കക്ഷിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന മിസ് റോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മിസ് റോസിന് എന്താണ് പറയാനുള്ളതെന്ന് സാർ കേൾക്കണം. Okay, proceed. മിസ് റോസ് മിസ്റ്റർ അലക്സ് സാമുവലിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് അല്ലേ? യെസ് സർ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എത്ര വർഷമായി റോസ് അലക്സ് സാമുവലിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നു? ഓൾമോസ്റ്റ് 5 years. റോസ്, ക്യാൻ യു എക്സ്പ്ലെയിൻ എന്താണ് സത്യത്തിൽ ആ ദിവസം റോസിൻ്റെ അറിവിൽ നടന്നത്? മിസ് ലയ പറയുന്നതെല്ലാം റോസ് കേട്ടല്ലോ. അതിലെന്തെങ്കിലും സത്യമുള്ളതായി റോസിന് തോന്നുന്നുണ്ടോ? സർ, ആക്ച്വലി ആ ദിവസം അലക്സ് സാറിന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ലയ പറഞ്ഞത് സത്യമാണ്. എന്നാൽ സാറിന് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ലയ ആ പറഞ്ഞത് കള്ളാണ്. ലയക്ക് സാറിനെ മീറ്റ് ചെയ്യാനുള്ള പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മനഃപൂർവ്വം ലയ അവോയ്ഡ് ചെയ്യായിരുന്നു. ഓഫീസിലെ പലരും സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മിസ് റോസ്. സോ യുവർ ഓണർ, ഇറ്റ്സ് ക്ലിയർ, എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം അപമാനിക്കണം, അതാണ് മിസ് ലയയുടെ ലക്ഷ്യം. മിസ് ലയയ്ക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിരിക്കുന്നു. എൻ്റെ കക്ഷിയും കമ്പനി സിഇഒയുമായ മിസ്റ്റർ അലക്സ് സാമുവലിനെ ഇങ്ങനെയൊരു ഫേക്ക് കേസിൻ്റെ ബേസിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് പണം സമ്പാദിക്കണം. അതിന് മിസ് ലയ കണ്ടുപിടിച്ച ഒരു സ്ട്രാറ്റജി, അതാണ് ഈ കേസ്. അദ്ദേഹത്തിനെതിരായ ഈ കേസ് വെറും കള്ളക്കേസ് മാത്രമാണ് യുവർ ഓണർ. എൻ്റെ കക്ഷി നിരപരാധിയാണെന്നും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം കോടതി മനസ്സിലാക്കണമെന്നും അദ്ദേഹത്തിൻ്റെയും കോടതിയുടെയും വിലപ്പെട്ട സമയം ഒരുപോലെ ദുരുപയോഗം ചെയ്യുന്ന മിസ് ലയ എന്ന ഈ കുറ്റവാളിക്ക് കോടതി അർഹമായ ശിക്ഷ തന്നെ നൽകണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് യുവർ ഓണർ. Okay. Advocate Deepak Lal, you have any objection? Of course, sir. I have objection. Sir, I need some more clarification. So, I would like to talk to Mr. Alex Samuel. Okay. Mr. Alex Samuel, the CEO of AD Private Limited Company. Actually, July 4th Friday നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ ആസ്ക് യു, ആരായിരുന്നു ആ സ്പെഷ്യൽ ഗസ്റ്റ്? ആ ദിവസം മുഴുവനും ആ ഗസ്റ്റ് നിങ്ങളുടെ കമ്പനിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. ഈ ബിസിനസ് പാർട്ട്ണർക്ക് ഒരു നെയിമും അഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ മിസ്റ്റർ അലക്സ് സാമുവൽ. ലോറൻസ്. ഹീ ഈസ് നോട്ട് ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ടു. ആക്ച്വലി അവൻ അബ്രോഡായിരുന്നു 2 years. നാട്ടിൽ വന്നിട്ട് 1 week ആവുന്നുള്ളൂ. ഞങ്ങൾ ഒരുപാട് നാളായി ഒന്ന് മീറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ വൺ ഡേ July 4th Friday അവൻ എൻ്റെ കമ്പനിയിൽ സ്പെൻഡ് ചെയ്തു. ഹീ ഈസ് ദ ഓണർ ഓഫ് റോയൽ ഷോപ്പിംഗ് മാൾ.
ഓക്കെ, ആക്ച്വലി മിസ് ലയ നിങ്ങളെ കാണാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഈ പറയുന്ന ഗസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? നോ. നിങ്ങളുടെ ഓഫീസിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു സിഇഒയുടെ ഓഫീസ് എപ്പോഴും കോൺഫിഡൻഷ്യലായിരിക്കണം. സോ CCTV ക്യാമറാസ് എൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. യെസ്, ഓഫ് കോഴ്സ്, ഐ അഗ്രി. ബട്ട് CCTV ക്യാമറ ഓഫീസിന് പുറത്ത് സ്ഥാപിച്ചിരുന്നു അല്ലേ? യെസ്. ദെൻ വി ക്യാൻ ചെക്ക്. എൻ്റെ കക്ഷി മിസ് ലയ മിസ്റ്റർ അലക്സ് സാമുവലിനെ കാണാൻ നിങ്ങളുടെ ഓഫീസിന് പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നതായി പറയുന്നു. എന്നാൽ നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് മിസ് റോസ് പറയുന്നത് നിങ്ങളെ കാണാൻ മിസ് ലയ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷമാണ് വന്നതെന്നാണ്. സത്യത്തിൽ ഇവരാര് പറയുന്നതാണ് വാസ്തവം? മിസ്റ്റർ അലക്സ് സാമുവൽ, വാട്ട് ഡു യു തിങ്ക്? എനിക്ക് സത്യം മാത്രമേ പറയാനുള്ളൂ. ജൂലൈ 4th ഫ്രൈഡേ സ്റ്റാഫ് പലരും എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. മിസ് ലയ പറയുന്നതല്ല, കള്ളമാണ്. ഷി വാസ് വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഓഫീസ് ടൈം കഴിഞ്ഞ് എംപ്ലോയീസ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഓഫീസിലേക്ക് വന്ന് ഞാൻ അവരെ ആക്രമിച്ചെന്ന് പറയുന്നു. ഷീ ഈസ് ലൈയിങ്. സോ മിസ്റ്റർ അലക്സ് സാമുവൽ പറയുന്നത് എൻ്റെ കക്ഷി മിസ് ലയ കള്ളം പറയുകയാണ് അല്ലേ? യെസ്, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരുത്തി അവള്. മിസ്റ്റർ അലക്സ് സാമുവൽ, ഒരു പക്ഷേ മിസ് ലയയ്ക്ക് സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം എന്ന് കരുതി പണത്തിന് വേണ്ടി അവരെന്തും ചെയ്യുമെന്നുള്ള നിങ്ങളുടെ ഈ പ്രസ്താവന അത് പിൻവലിക്കേണ്ടതുണ്ട്. നെവർ. സൊസൈറ്റിയിൽ എന്നെ അപമാനിച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എൻ്റെ പണം സ്വന്തമാക്കാനുള്ള ഇവളുടെ അടവാണ്, ഇവളുടെ സ്ട്രാറ്റജി മാത്രമാണ് ഈ കേസ്. മിസ്റ്റർ അലക്സ് സാമുവൽ, ഇത് കോടതിയാണ്, എന്തും വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല. അഡ്വക്കേറ്റ് ദീപക് ലാൽ, യു ക്യാൻ കണ്ടിന്യൂ. യുവർ ഓണർ, ഞാൻ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ മിസ്റ്റർ അലക്സ് സാമുവലിൻ്റെ ഓഫീസിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറാസ് പരിശോധിക്കേണ്ടതുണ്ട്. CCTV ക്യാമറയിൽ നിന്ന് ഇദ്ദേഹത്തെ ആ ദിവസം ആരൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാവും. AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ CCTV ഫുട്ടേജ്, എസ്പെഷ്യലി മിസ്റ്റർ അലക്സ് സാമുവലിൻ്റെ ഓഫീസിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന CCTV പരിശോധിക്കാനുള്ള പെർമിഷൻ നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് യുവർ ഓണർ. ഈ കേസിൽ കൂടുതൽ വ്യക്തതയുടെ ആവശ്യകതയുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പ്രാഥമിക വാദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസിന്റെ വിധി നിർണ്ണയിക്കാൻ കോടതിക്ക് ബുദ്ധിമുട്ടുണ്ട്. അഡ്വക്കേറ്റ് ദീപക് ലാലിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം സംഭവം നടന്ന ദിവസത്തെ CCTV വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശോധിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. കേസിൽ കൂടുതൽ സാക്ഷികളുടെ മൊഴികൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വാദം ഈ മാസം 26-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചതായി ഈ കോടതി അറിയിക്കുന്നു. ഹേയ് ദീപു, വെയിറ്റ്. ദീപു അല്ല, അഡ്വക്കേറ്റ് ദീപക് ലാൽ. നോ വേ, നീ എനിക്കെന്നും എൻ്റെ ദീപു ആയിരിക്കും. നിനക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഞാൻ കാണുന്നില്ല. ബട്ട് ഐ തിങ്ക് സംതിങ് ഈസ് മിസ്സിങ്. യുവർ സ്മൈൽ. പിന്നെ അപ്പോൾ എന്തു പറയുന്നു? ഷീസ് മൈ സിസ്റ്റർ. അവളുടെ സുഖവിവരങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട. ദീപു, അപ്പു അവൾ എൻ്റെയും കൂടി സിസ്റ്റർ അല്ലേ? അലക്സ്, ഒരിക്കൽ ക്ലോസ് ചെയ്ത ചാപ്റ്റർ അത് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ കേസ് റിലേറ്റ് ചെയ്ത് നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലാതെ നീയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള ടൈം എനിക്കില്ല. ദീപു,
എൻ്റെ ക്യാരക്ടർ നിന്റെ മുമ്പിൽ ഹൈഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ആരാണെന്ന് അറിഞ്ഞു വേണം നീ എന്നെ സ്നേഹിക്കാനെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഇത്രമാത്രം തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിനക്കൊരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. എനിക്കറിയാം അങ്ങനൊരു തെറ്റും എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. ബട്ട് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. എനിക്ക് നിന്നോട് തോന്നിയ സ്നേഹം അത് ആത്മാർത്ഥമായിരുന്നു. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ആ സ്നേഹം ഇപ്പോഴുണ്ട് ഈ അലക്സിൻ്റെ മനസ്സിൽ. ഗെറ്റ് ലോസ്റ്റ്. ഗൗതം, ഐ തിങ്ക് യു ആർ ടെൻസ്ഡ്. ഒരിക്കലും തോൽക്കുമെന്ന ഭയം നിന്റെ കണ്ണിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇപ്പോൾ ഈ നിമിഷം ആ ഭയം ഞാൻ കാണുന്നുണ്ട്. ഗൗതം, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, തോൽവി ഒരിക്കലും ഒരു മോശകാര്യമല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ തോൽക്കണം, അതും നല്ലതാണ്. തോൽവികൾ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ചില വിജയത്തിൻ്റെ തുടക്കമായിരിക്കാം. നിന്റെ അഡ്വൈസ് എനിക്ക് ആവശ്യമില്ല രവി. പലപ്പോഴായി നീ മറക്കുന്ന ഒരു കാര്യമുണ്ട്. യു ആർ മൈ അസിസ്റ്റൻറ്റ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലേ? പിന്നെ ഫോർ യു, ഈ തോൽവി എന്നത് എൻ്റെ മരണത്തിന് തുല്യമാണ്. അഡ്വക്കേറ്റ് ദീപക് ലാലിന് മുന്നിൽ ഞാൻ തോൽക്കുമെന്ന് നീ കരുതണ്ട. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്ത ഈ പ്രൊഫഷൻ ഉണ്ടല്ലോ, അത് ഞാൻ എന്നേക്കുമായി വേണ്ടെന്ന് വയ്ക്കും.